നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വെക്കണം. വേണം. അത് ചേട്ടന്റെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് മണിച്ചേട്ടൻ എന്തെങ്കിലും ഒപ്പിക്കുമല്ലോ. എന്തായാലും ഞാനത് പറയില്ല. എന്റെ ചക്കരക്കുട്ടി എനിക്കറിയാം, ഞാൻ വേറൊരു ചക്കരക്കുട്ടിയെ കണ്ടു. എവിടെ? ദി മോസ്റ്റ് ഫേവറേറ്റ് ചക്കരക്കുട്ടി, ഒറിജിനൽ. നമ്മളൊക്കെ ചുമ്മാ പറയണല്ലേ മണിച്ചേട്ടൻ. എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. അല്ല, സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ ഏറ്റവും സ്നേഹമുള്ള ഒരാള്, ഈ ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ. പൊന്നാരമുത്ത്, എന്റെ പൊന്നു മോള്, അതന്നെ എന്റെ ലക്ഷ്മി. മനുഷ്യന്റെ മോള് നാട്ടിൽ വന്ന സ്ഥിതിക്ക് മനുഷ്യന്റെ വീട്ടിൽ നിന്നും നമ്മളെ എല്ലാവരെയും സ്വീകരിക്കാനും പിന്നെ നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും പിന്നെ ഒരു സർപ്രൈസും കൂടെ ആയിട്ടാണ് ശ്രീലക്ഷ്മി വരുന്നത്. നല്ലൊരു കയ്യടി കൊടുത്ത് മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ മോള് ചെയ്യാൻ പോകുന്നു. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ എൻ്റെ പൊന്നുമോളെ പോലെ കണ്ടത് ആരാന്നറിയാമോ? ചന്ദ്ര, കുറച്ച് തടി കൂടുതലാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. കുട്ടികളൊക്കെ ഒരുപാട് ചിക്കനും ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് തടി കൂടും. പക്ഷെ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാതെ കണ്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാലും എൻ്റെ മകള് ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കാണണം. അത് ഞാൻ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം എന്ന് പറയാൻ പാടുള്ളൂ. ഇല്ല, മണിച്ചേട്ടൻ്റെ മൈക്ക് ഇരിക്കട്ടെ, എൻ്റെ മൈക്ക് കൊടുക്കാം. ലക്ഷ്മി പറയും. എന്താ ചെയ്യാൻ പോണേ? മിമിക്രി. മിമിക്രി. അപ്പൊ നേരെ സെൻട്രിൽ പോയി നിന്നോളൂ. ആദ്യം എടുക്കാൻ പോകുന്ന ആ ശബ്ദം ഏതാണെന്ന് പറയണം. അച്യുതാനന്ദൻ സഖാവ് അല്ലേ? കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ വെള്ളം കുടിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും. അടുത്തേതാ? കരുണാകരൻ. അയ്യോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പറയുന്ന വാക്കുകളുടെ ഇത് ശ്രദ്ധിക്കണം. എടുത്തോളൂ. കേരളത്തിലെ ജനങ്ങളെ നിങ്ങള് വെള്ളം കുടിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും. ഇനി വേറെ ഏതാ? സുരേഷ് ഗോപി. അയ്യോ, സുരേഷ് ഏട്ടനാ കാണിച്ചേ. ഓർമ്മയുണ്ടോ ഈ മുഖം? Just remember that. അടുത്ത ഏതാ? സുരേഷ് ഗോപി സാറിന്റെ പാട്ട്. പാട്ട് പാടിക്കോളൂ. ഓണപ്പുല്ലേ സോറി പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹരത്തിലും ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അല്ല, ഓണപ്പുല്ല് എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞേ പ്ലീസ്, ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി. ഓണപ്പുല്ല സോറി പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ. മതി. അടുത്തത് ആര്? മോഹൻലാൽ. ലാൽ സാറാ? ലാലേട്ടനാ? എന്തായാലും എനിക്ക് വളരെ അഭിമാനം തോന്നാണ്. കാരണം എൻ്റെ മകള് എന്നേക്കാൾ വളരെ മനോഹരമായിട്ട് മിമിക്രി കാണിച്ചെന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയ്യടി നിങ്ങൾ കൊടുക്കണം. ഇതിനാണ് നമ്മൾ പറയുന്നത് അച്ഛൻ്റെ മോള് തന്നെയാണ്. അതാണ്, വേറൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ഒരുപാടൊന്നും TV ചാനലുകളുടെ ഷോസിലൊന്നും ലക്ഷ്മി വന്നിട്ടില്ല. പക്ഷേ സ്വന്തം നാട്ടുകാരുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുള്ള കലാകാരന്മാരുണ്ട്, ഇവരിൽ ചിലരൊക്കെ മിമിക്രി ചെയ്യാറുണ്ട്. എന്നിട്ടും ലക്ഷ്മി ഒരു പേടിയില്ലാതെ എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയാണല്ലേ. പക്ഷെ എന്നാലും മാമുക്കയുടെ ശബ്ദം ഒന്ന് കേൾപ്പിക്കണം. മാമുക്ക കൊച്ചല്ല
നിങ്ങളുടെ കാര്യം നമ്മളായിട്ട്, നിങ്ങളുടെ ഉമ്മാന്റെ കാര്യം നമ്മൾ ബാപ്പയായിട്ട്. എന്തായാലും അടിപൊളി. എൻ്റെ ചക്കരക്കുട്ടിക്ക് ഉമ്മ അമ്മ 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 ഇത് ഉമ്മ. ആ ഏതായാലും ചെറിയ സർപ്രൈസ് അല്ലായിരുന്നു, ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു മണിച്ചേട്ടാ. കണ്ട പാലക്കാട്ടുകാരിയേ, അവളെ വെല്ലാനുള്ള ഒരാൾ വന്ന്. ഇതാണേ എൻ്റെ മോളേ. ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. ആണോ? ഓക്കെ, ഒരു മച്ചൻ എന്നിട്ട് പോക്കോ. താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് നല്ല എന്താ അഭിമാനം തുളുമ്പുന്ന ഒരു അച്ഛൻ്റെ മുഖമാണ് മണിച്ചേട്ടനിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു എനർജി തോന്നി എനിക്ക്. അതെ, ശരിക്കും മനുഷ്യൻ്റെ അനിയൻ എന്ന് വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ണു നിറഞ്ഞൊരു പെർഫോമൻസ് കണ്ടു. ഇന്ന് ലക്ഷ്മി ഞങ്ങളെ എല്ലാം അങ്ങ് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, വെരി ഗുഡ്.